ഞാനിപ്പോൾ നിൽക്കുന്നത് കുഴിത്തുറ എന്ന സ്ഥലത്താണ്. കുഴിത്തുറ എന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കന്യാകുമാരി ജില്ലയിലേക്ക് കയറുമ്പോഴത്തേക്കും ആദ്യം വരുന്ന ഒരു മെയിൻ സ്റ്റോപ്പുകളിൽ ഒന്നാണ് ഈ കുഴിത്തുറ. എൻ്റെ പിന്നിലൊരു തിയേറ്ററുണ്ട്, കുഴിത്തുറ ലക്ഷ്മി എന്നാണ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അജിനെ നമ്മൾ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഓൾറെഡി തന്നെ നമ്മൾ 2 തവണ മീറ്റ് ചെയ്തിരിക്കുന്നത്. നമസ്കാരം. അജിനൊരു തല വെറിയനാണ്. അജിത്ത് തല എന്ന് ഉദ്ദേശിച്ചത് അതെ തല എന്ന് ഉദ്ദേശിച്ചത് അത് അദ്ദേഹം പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ നമ്മൾ അറിയാതെ ആ വാക്കാണ് നമ്മുടെ വായിൽ വന്നു പോകുന്നത്. അജിത് കുമാറിൻ്റെ ഒരു പെരിയൊരു രസികനാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ ഇവരുടെ അതേ ഫാൻസിൻ്റെ അസോസിയേഷനിൽ അജിനുണ്ട്. 2 പേര് സഹോദരങ്ങളാണ്. 2 സഹോദരങ്ങൾ ചേർന്നാണ് ഈ ഒരു അസോസിയേഷൻ നടത്തുന്നത്. അതുകൂടാതെ തന്നെ ഇന്ന് രാത്രി 12 മണിക്കാണ് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ, 54ാം ബർത്ത്ഡേ ആണ്. ഓൾറെഡി അത് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തിയേറ്ററിൽ വന്നത്. ഇന്ന് വീരം എന്നൊരു സിനിമയുടെ റീ റിലീസ് കൂടെ ഉണ്ട്, പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ പടം ഇറങ്ങി തന്നെ ഒരു ഏകദേശം നമുക്ക് 11 വർഷമായി. എന്നിട്ടും നമുക്കതല്ല വീരം ആ പടം ഈ പടം ഒന്നുമല്ല, പുള്ളി ജസ്റ്റ് എല്ലാ തരവും ഞാൻ പറയുന്ന ഒരു വേടാണ്. ആ ഒരു ദർശനം, ആ ഒരു ഫേസ് കാണാനാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു കേക്ക് കട്ടിങ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാതെ നമ്മുടെ ഒരു ഫാൻസ് ഒത്തുചേരുമ്പോഴുള്ള ഒരു കുറച്ചൊരു സെലിബ്രേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞൂടെ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈഗർലി വെയിറ്റിംഗ് ആണ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ഇനി ഇനി ബ്രോ ആണ് പറയേണ്ടത് എന്താണ് വേറെ എന്തൊക്കെയാണ്? ഇപ്പൊ വീരൊന്നും നമുക്കൊരു പടം, ഓരോ പടം ഇറങ്ങുമ്പോഴും അജിത് സാർ നമുക്ക് ഓരോ മൂവിയിൽ അഡ്വൈസ് കുറേ തരുന്നുണ്ട്. അത് എല്ലാ ഫാൻസ് മാത്രമല്ല, ന്യൂട്രൽ ഫാൻസും അത് കണ്ട് പഠിക്കാനുള്ളതാണ്. ഇപ്പോൾ വീരോ എന്നൊരു പടം എടുക്കുമ്പോൾ നമുക്കതിൽ ഒരു ഡയലോഗാണ് എപ്പോഴും മനസ്സിൽ വരുന്നത്. അത് ഡയലോഗല്ല, റൂൾസ് ആൻഡ് റെഗുലേഷനാണ് നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യാറുള്ളത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. നമ്മ കൂടെ ഇരിക്കുന്നവങ്ങളെ നമ്മ പാത്തുക്കിട്ട നമ്മ മേലെ ഇരിക്കുവാൻ നമ്മ പാത്തുപ്പാ, നമ്മളെ കൂടെ ഇരിക്കണം, നമ്മളെ നോക്കിയാൽ ദൈവം നമ്മളെ നോക്കുന്നു. അപ്പം അജിത് സാറ് ആന്റി ഹീറോ റോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇല്ല, നമുക്കിപ്പോൾ മങ്കാത്തിൽ അജിത് സാറിനെ കണ്ടിട്ടുണ്ട്. ഇപ്പം റീസെൻ്റ് അറിയാം ഗുഡ് ബാഡ് അഗ്ലി മൂവി കൂടെ കിറ്റായി. ആ ഗുഡ് ബാഡ് അഗ്ലി മൂവി കണ്ടാൽ നമുക്ക് കീഴെ ദീന മൂവി തൊട്ടുള്ള ഓൾഡ് മൂവീസിലുള്ള എല്ലാ ഇതും ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇപ്പം നമ്മളെ ബർത്ത്ഡേക്ക് വേണ്ടി അജിത് സാറിൻ്റെ 54ാമത്തെ ബർത്ത്ഡേ ആണ് ഇപ്പം നമ്മൾ ആഘോഷിക്കുന്നത്. അതിന് വേണ്ടി ഇപ്പം ഇവിടെ വീരം റീ റിലീസ് മൂവിയുടെ സെലിബ്രേഷനും ഉണ്ട്. നാളെ നമ്മൾ ചാരിറ്റി വർക്ക്സും ചെയ്യുന്നുണ്ട്. ഓർഫണേജിൽ മാക്സിമം ഒരു 50-55 പേർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇതിന് മുമ്പ് അജിന് നമ്മളടുത്ത് പറഞ്ഞിരുന്നു, കാരണം ഈ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് ധാരാളം ചാരിറ്റി വർക്ക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് പ്രമാണിച്ച് നാളെ നിങ്ങൾ വേറെ ഒരു വിസിറ്റ്? അതെ ഏട്ടാ, ഓർഫണേജിൽ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ അജിത് സാറിൻ്റെ ഫാമിലി നന്നായിരിക്കാൻ വേണ്ടിയാണ്. റീസെൻ്റ് ആയിട്ട് ഇപ്പം അത് പ്രത്യേകിച്ച് എനിക്ക് പറഞ്ഞേ പറ്റൂ ചേട്ടാ. തന്നമ്പിക്ക് നായകൻ അജിത് കുമാർ വെൽഫെയർ അസോസിയേഷൻ കന്യാകുമാരി ഡിസ്ട്രിക്ട് ടീം സാർബായിട്ട് റീസെൻ്റ് ആയിട്ട് 2 days മുമ്പേ നമ്മൾ അജിത് സാറിന് ഒരു പത്മഭൂഷൺ അവാർഡ് കിട്ടിയിട്ടുണ്ട്. അത് വേൾഡ് വൈഡ് എല്ലാം അറിഞ്ഞിട്ടുണ്ട്. നമ്മളെ ടീം സാർബായിട്ടും ഒരു വിഷസ് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഗ്ലാമർ കൂടാൻ വേണ്ടി ഒന്നും പുരട്ടിയതല്ല, കാരണം ഇവിടെ പാലൊഴിച്ചുള്ള സെലിബ്രേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ വീണതാണ്. അപ്പം അതൊക്കെ ആയിരുന്നു നമ്മുടെ അജിത് സാർ കന്യാകുമാരി ഫാൻസിന്റെ. അതേപോലെ അജിത് സാർ പറഞ്ഞിട്ടുണ്ട്, വെദർ എ ബിസിനസ്മാൻ ഓർ എ ഹയർലിംഗ് ഓർ എ ബെഗർ ഓർ എ ബെഗർ ബട്ട് ഹി മസ്റ്റ് വർക്ക്, മണി ഡസ് നോട്ട് കം ഈസി. അത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക, ഹാർഡ് വർക്ക് നെവർ ഫെയിൽസ്. അതും ഒരു ഉദാഹരണമാണ് അജിത് സാർ. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ നമുക്ക് ഒരു ഇൻസ്പിറേഷൻ നൽകുന്ന ഒരു സ്റ്റോറിയാണ്. കാരണം അദ്ദേഹം വന്ന ബാക്ക്ഗ്രൗണ്ട്, എങ്ങനെയാണ് ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അദ്ദേഹം ഏതൊക്കെ ജോലി ചെയ്തിരുന്നു, ഇക്കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ. ചേട്ടൻ പറഞ്ഞ പോലെ ഇപ്പം പുള്ളിയുടെ ഓപ്പണാ പറയാലോ ചേട്ടാ, പുള്ളിയുടെ കാലിരുന്ന് തല മുടി വരയ്ക്കുള്ള ടോട്ടൽ 36 സർജറി കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടും ഫാൻസിന് വേണ്ടി ഇപ്പോഴും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, ഹാർഡ് റിസ്ക് എടുക്കുന്നുണ്ട്. പക്ഷേ ഫാൻസിൽ നിന്ന് നമുക്കൊരു അഡ്വൈസ്, പുള്ളി ഹാർഡ് വർക്ക് ചെയ്യണ്ട, പുള്ളി ജസ്റ്റ് ഒന്ന് നിന്നാലേ നമുക്ക് സന്തോഷമാണ്. ഓക്കെ. അപ്പം അതൊക്കെ ആയിരുന്നു നമ്മുടെ കുഴിത്തുറയിൽ നിന്ന് ഇന്ന് അജിത് സാർ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സെലിബ്രേഷൻസ് അവസാനിക്കുന്നില്ല. ഇനി വീരം സിനിമയുടെ റീ റിലീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് വരാം.